കോവളം കോളിയൂരിൽ ഗൃഹനാഥനെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ഭാര്യയെ ബലാത്സംഗം ചെയ്ത് സ്വർണ്ണാഭരണങ്ങൾ കവരുകയും ചെയ്ത കേസിലെ ഒന്നാം പ്രതിക്ക് വധശിക്ഷയും രണ്ടാം പ്രതിക്ക് ജീവപര്യന്തവും വിധിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം സ്വദേശി കൊലുസു ബിനു എന്നറിയപ്പെടുന്ന അനിൽകുമാർ തമിഴ്നാട് വേലൂർ ജില്ലയിൽ ഉടുകത്തൂർ വില്ലേജിൽ കോവിൽ തെരുവിൽ ചന്ദ്രൻ എന്ന ചന്ദ്രശേഖരൻ നായർ എന്നിവരാണ് ഒന്നും രണ്ടും പ്രതികൾ. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. കേസ് അപൂർവങ്ങളിൽ അപൂർവം എന്നാണ് കോടതി വിലയിരുത്തിയത്. ഒന്നാം പ്രതിക്ക് കോടതി തൂക്കുകയർ നൽകുകയായിരുന്നു. നിഷ്ഠൂരമായ കൃത്യം ചെയ്ത പ്രതികൾ യാതൊരു ദയയും അർഹിക്കുന്നില്ല എന്നാണ് കോടതി പറഞ്ഞത്. പ്രതികളെ സ്വതന്ത്രരായി സമൂഹത്തിലേക്ക് തുറന്നുവിട്ടാൽ സംസ്ഥാനത്ത് അരക്ഷിതാവസ്ഥ സംജാതമാകുമെന്നും കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടി. 2016 ജൂലൈ 7-നാണ് നാടിന് നടുക്കിയ ക്രൂരകൃത്യം നടന്നത്. കോവളം കോളിയൂർ ചെരുവിള പുത്തൻ വീട്ടിൽ മര്യദാസനെയാണ് പ്രതികൾ കൊലപ്പെടുത്തിയത്. അർദ്ധരാത്രി വാതിൽ കുത്തിത്തുറന്നകത്ത് കടന്ന പ്രതികൾ മര്യദാസനെ ചുറ്റികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവം കണ്ട് ഞെട്ടിനിന്ന ഭാര്യ ഷീജയെ പ്രതികൾ ക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കി. ഇവരെ കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയ ശേഷം സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്തു കൊണ്ടുപോവുകയായിരുന്നു. മര്യദാസും കുടുംബവും നടത്തിവന്ന കടയിൽ ചെന്ന പ്രതികൾ ഭാര്യ ഷീജയെ നോട്ടമിട്ടിരുന്നു. തുടർന്നാണ് മൃഗീയമായ ക്രൂരകൃത്യം നടത്തിയത്. ഷീജ ഇപ്പോഴും അബോധാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ പ്രതികൾ തമിഴ്നാട് മാർത്താണ്ഡത്തി ജ്വല്ലറിയിൽ വിൽക്കുകയായിരുന്നു. ഇവ പ്രതികളുടെ സാന്നിധ്യത്തിൽ പോലീസ് വീണ്ടെടുത്ത് തൊണ്ടിയായി കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട്. വിചാരണ വേളയിൽ ജ്വല്ലറി മാനേജർ കോടതിയിൽ പ്രതികളെ തിരിച്ചറിഞ്ഞു. ജ്വല്ലറിയിലെ CCTV ദൃശ്യങ്ങൾ കോടതി ഹാളിൽ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചാണ് സാക്ഷി വിസ്താരം നടത്തിയത് തന്നെ. പ്രതികൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളായ ട്രാക്ക് സ്യൂട്ട്, പാൻസ്, ടീഷർട്ട്, കൃത്യത്തിന് ഉപയോഗിച്ച ആയുധമായ ചുറ്റിക എന്നിവയിൽ കണ്ട രക്തക്കറകളും കൊല്ലപ്പെട്ട മര്യദാസന്റെ ശരീരത്തിലും വസ്ത്രങ്ങളിലും കൊന്തമാലയിലും ഷീജയുടെ വസ്ത്രങ്ങളിലും കാണപ്പെട്ട രക്തക്കറകൾ ഒന്നാണെന്ന് പരിശോധനയിൽ തെളിയുകയായിരുന്നു. തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലബോറട്ടറി സയന്റിഫിക് ഓഫീസർ A. ഷെരീഫ് കോടതിയിൽ ഇത് സംബന്ധിച്ച മൊഴിയും നൽകിയിരുന്നു. ഇരയുടെ സ്വകാര്യ ഭാഗത്തു നിന്ന് ശേഖരിച്ച സ്രവങ്ങളുടെയും പുരുഷ ബീജത്തിൻ്റെയും പ്രതികളിൽ നിന്ന് ശേഖരിച്ച ബീജങ്ങളുടെയും DNA പരിശോധന നടത്തി ഒന്നാണെന്ന് സാക്ഷ്യപത്രം നൽകിയത് താനാണെന്നും തിരുവനന്തപുരം FSL DNA വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ KV ശ്രീദിവി മൊഴി നൽകി. 67 രക്തസാക്ഷികളെ വിസ്തരിക്കുകയും 49 തൊണ്ടിമുതലുകളും 77 രേഖകളും കോടതി തെളിവിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒളിവിൽ പോയ 19-ാം സാക്ഷി ടോമിക്കെതിരെ കോടതി ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും നിഷ്ഠൂരമായ ഒരു കൊലപാതകത്തിൽ വിധി വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.